തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടമാണ് ഇരുവശങ്ങളിലും എന്നതാണ് ഓണം വാരാഘോഷത്തെ അല്ലെങ്കിൽ ഘോഷയാത്രയെ എത്ര ആവേശത്തോടെയാണ് ജനം സ്വീകരിക്കുന്നതാണ്. അമൽ നമുക്കൊപ്പം തുടരുന്നുണ്ട്. അമൽ, ഇന്ന് തിരുവനന്തപുരത്ത് എല്ലാവർക്കും ഒഴിവ് നൽകിയിരുന്നു. ഇന്നലെ സാധാരണഗതിയിൽ ഈ അവധിയുടെ അവസാനത്തേക്ക് ഓണം വന്നതുകൊണ്ടാണ് ഇന്നലെ ചില സ്കൂളുകൾക്കൊക്കെ ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് വീണ്ടും അവധി നൽകിയപ്പോൾ ആ ഒരു ഓണാവധിയുടെ തുടർച്ച ഇന്നത്തോടെ അത് അവസാനിക്കുകയാണ്. കുട്ടികളും കുടുംബങ്ങളും ഒക്കെ വളരെ ആവേശത്തോടെ എല്ലാവരും തന്നെ ഈ ഘോഷയാത്ര കാണാൻ എത്തിയിട്ടുണ്ട്. അത് നല്ല തിരക്കുണ്ടല്ലേ? റോഡിന്റെ ഇരുവശവും നിറയെ ആളുകൾ, അതിനു മുന്നിലൂടെ ഓരോ പ്ലോട്ടുകളും ഓരോ കലാരൂപങ്ങളും ഇങ്ങനെ കടന്നു പോകുന്നു. മുഖ്യമന്ത്രി, ഗവർണറുടെ കുടുംബം, മുഖ്യമന്ത്രിയുടെ കുടുംബം അടക്കമുള്ളവർ ഇവിടെ ഇരുന്ന് ഈ ഘോഷയാത്ര നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്തെ CPM-ന്റെ പ്രധാനപ്പെട്ട പ്രവർത്തകരായ IP ബിനുവിന്റെ നേതൃത്വത്തിലുള്ള ചെണ്ടകൊണ്ടിലാണ് മുഖ്യമന്ത്രിയുടെ മുന്നിൽ പുരോഗമിക്കുന്നത്. എന്തായാലും അതിങ്ങനെ കടന്നു പോയിരുന്നു. ഓരോ പ്ലോട്ടുകളായി ഇതിനു മുന്നിലൂടെ കടന്നു പോവുകയാണ്. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ, ഞാനങ്ങ് ഇടുക്കിയിലാണ്, അപ്പോൾ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ചതയത്തോടുകൂടി ഓണത്തിന്റെ ആഘോഷ പരിപാടികളൊക്കെ അങ്ങ് അവസാനിക്കുമെങ്കിൽ, പക്ഷേ തിരുവനന്തപുരത്ത് പിന്നെ അങ്ങനെയല്ല. തിരുവനന്തപുരത്ത് വന്നെത്തുമ്പോൾ ഓണം വാരാഘോഷത്തിന്റെ സമാപനം എന്നാണോ അന്ന് വരെയും നമുക്കൊരു ഓണം മൂടാണ്. ആ മൂടങ്ങ് കഴിയുന്നില്ല. അത് തിരുവനന്തപുരത്തുകാർക്കെല്ലാം ആ ഒരു ഫീല് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മാവേലിയൊക്കെ നേരത്തെ മാധു പറഞ്ഞതുപോലെ മാവേലി ഒന്നും പോയി തീർന്നിട്ടില്ല. മറ്റെല്ലാ നാട്ടിലും മാവേലി മടങ്ങിയിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരംകാരുടെ മാവേലി ഇന്നും കൂടി കഴിഞ്ഞേ മടങ്ങൂ എന്നുള്ളതാണ്. ഇത് കാണാനായി പുറത്തുനിന്നും വന്നിരിക്കുന്ന ആളുകളും ഈ ഇവിടെ പഠിക്കാൻ എത്തിയിരിക്കുന്ന കുട്ടികളും മറ്റുമൊക്കെയാണ്. അവരൊക്കെ ഭയങ്കര അത്ഭുതത്തോടു കൂടി ഇങ്ങനെ കണ്ടു നിൽക്കുകയാണ്. ഓരോ പ്ലോട്ടുകളും നാനാത്വത്തിൽ ഏകത്വം എന്ന സന്ദേശമാണ് ഇത്തവണ ഈ ഓണവാരാഘോഷത്തിന്റെ സമാപനത്തിന് കണ്ടെത്തിയിരിക്കുന്നപ്പോൾ ഇവിടെ നിന്ന് മാത്രമല്ല, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര അടക്കമുള്ള മറ്റ് സംസ്ഥാനങ്ങളുടെ പ്ലോട്ടുകളും ഈ ഇത്തവണത്തെ ഓണം വാരാഘോഷ സമാപനത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ക്ഷീര സഹകരണ സംഘത്തിന്റെ പ്ലോട്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെയും ഗവർണറുടെയും മുന്നിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നത്. ഇതിനിപ്പോൾ കടന്നുപോയി തീരാൻ ഇപ്പോൾ ലൈറ്റ് ഒന്ന് മാറിയിട്ടുണ്ട്. സൂര്യനാണെങ്കിൽ ഒന്നങ്ങ് മറഞ്ഞിട്ടുണ്ട്. അതിനാൽ തന്നെ ഈ ലൈറ്റ് കൂടി വരുമ്പോൾ അതങ്ങ് കളറാവുകയാണ്. ഇനിയിപ്പോൾ തിരുവനന്തപുരം കഴിഞ്ഞ കുറേ ദിവസമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എവിടെ നോക്കിയാലും രാവ് പകലാക്കുന്ന തരത്തിലുള്ള വർണ്ണവിസ്മയമാണ്. അതിൻ്റെ ഒരു ഭംഗി കൂടി അല്പസമയത്തിനകം നമുക്ക് ആസ്വദിക്കാൻ കഴിയും. വൈകുന്നേരം കനകക്കുന്നിൽ സമാപന സമ്മേളനം നടക്കുകയാണ്. അവിടേക്കും ഈ പരിപാടി കണ്ട് മടങ്ങുന്ന ആളുകൾ അവിടേക്ക് ഒഴുകുന്നു. അങ്ങനെ എല്ലായിടങ്ങളിലും ഒരു ആഘോഷത്തിന്റെ മൂടാണ്. പരിപാടികൾ ഇങ്ങനെ പുരോഗമിക്കുന്നു. ഓരോ പ്ലോട്ടുകളായി ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഏറ്റവും അവസാനത്തെ പ്ലോട്ട് ഇത് തുടങ്ങിയ മാനവീയത്തിൽ നിന്നും കടന്നു പോകുന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അത്രത്തോളമുണ്ട് പ്ലോട്ടുകൾ. ഈ സർക്കാർ പ്ലോട്ടുകളാണ് എങ്കിൽ സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ വിളിച്ചു പറയുന്ന ഓരോ പ്ലോട്ടുകൾ. അതോടൊപ്പം തന്നെ വിവിധ സേനാ വിഭാഗങ്ങളുടെ പ്ലോട്ടുകൾ ഒരുക്കിയിരുന്നു. അങ്ങനെയുള്ള ഓരോ പ്ലോട്ടുകളും ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആസ്വാദികരമായ കാഴ്ചകൾ സമ്മാനിച്ച് തന്നെയാണ് ഓരോ പ്ലോട്ടുകളും കടന്നു പോകുന്നത്. അമലാണ് വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. കൗതുകമുണർത്തുന്ന കാഴ്ചകൾ ഇങ്ങനെ നഗരവീഥിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അത് പലവിധ കലാരൂപങ്ങൾ, പല ജില്ലകളിൽ നിന്നെത്തിയ കുട്ടികളുടെ സംഘവും ഒക്കെയാണ് അവതരിപ്പിക്കുന്നത്. അങ്ങനെ കേരളത്തിൻ്റെ ഒരു മൊത്തത്തിലുള്ള നമ്മുടെ ഒരു സാംസ്കാരിക തനിമയുടെ പരിച്ഛേദം എന്ന നിലയ്ക്കാണ് ഈ ഘോഷയാത്ര. അത് കേരളത്തിലെ മാത്രമല്ല, പുറത്തുനിന്നുള്ള കലാരൂപങ്ങളെയും ഒക്കെ അണിനിരത്തി എത്രത്തോളം കലകൾ നമുക്കുണ്ട്, എത്രത്തോളം നേട്ടങ്ങളിലേക്ക് നമ്മുടെ സംവിധാനങ്ങൾ പോകുന്നു, എത്ര ജനകീയമായ നിലയിൽ വകുപ്പുകൾക്കൊക്കെ ഇടപെടാൻ കഴിയുന്നു. അങ്ങനെ പലവിധ കാര്യങ്ങൾ സന്ദേശങ്ങളായി കൈമാറുന്ന പ്ലോട്ടുകളുമൊക്കെയാണ് ഈ ഘോഷയാത്രയുടെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത്. വനിതാ സംഘങ്ങൾ ചെണ്ട മേളവുമായി മുന്നോട്ട് പോകുന്നു. ഒപ്പം പുരുഷന്മാരുടെ സംഘം അതിന് ചൂടുവെച്ച് മറ്റ് കലാരൂപങ്ങൾ. നല്ല തിരക്ക്, രണ്ട് ഭാഗത്തും നിറഞ്ഞ തിരക്ക് ഉണ്ട് എന്നത് വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ഓണക്കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇവൻ്റായി തൃശ്ശൂരിലെ പുലിക്കളി പോലെ തന്നെ തിരുവനന്തപുരത്തെ ഓണം വാരാഘോഷ സമാപനത്തോടനുബന്ധിച്ചുള്ള ഘോഷയാത്രയും മാറിയിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി. അത് ഓരോ വർഷവും കൂടുതൽ വർണ്ണാഭമാക്കാനുള്ള ശ്രമങ്ങൾ അതിൽ പങ്കെടുക്കുന്നവരൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ അതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ടിൻ്റെ ഭാഗമായിട്ടുള്ള ഫ്ലോട്ട്. ഓരോ വകുപ്പുകളും അത് ഒരു തരത്തിൽ പറഞ്ഞാൽ ജനങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലാനുള്ള ഒരു വേദിയായിട്ട് കൂടി ഓരോ സംവിധാനങ്ങളും ഈ ഘോഷയാത്ര പരിപാടിയെ കാണുന്നുണ്ട്.